ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടോ? നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടോ? അതെന്ത് വിഷയമാണെന്ന് വേണമെങ്കിൽ ചിന്തിക്കും. സങ്കീർത്തനം 147-12-13 വചനങ്ങളിലേക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. സങ്കീർത്തനം 147-12-13 വചനങ്ങൾ ബൈബിളെടുത്ത് ആ ഭാഗങ്ങൾ നോക്കിക്കൊണ്ട് നമുക്ക് വായിക്കാം. സങ്കീർത്തനം 147-12-13 വചനങ്ങൾ. അതിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ബൈബിളെടുത്ത് വായിച്ചു, എല്ലാവരും തുറന്നോ? ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, സിയോനെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അനുഗ്രഹിക്കുന്നു. നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തിയാക്കുന്നു. ഇപ്പം ദൈവത്തിൻ്റെ വചനം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും അനുഗ്രഹിക്കും. നിന്റെ കുടുംബത്തിൽ സമാധാനം തന്ന് കർത്താവ് നിന്റെ ജീവിതത്തെ പ്രത്യേകമായിട്ട് ഏറ്റെടുക്കും. ദൈവത്തിന് വചനം പറയുകയാണ്. അപ്പോൾ ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വചനം 12-ാമത്തെ വചനം പറയാം, നീ കർത്താവിനെ സ്തുതിക്കണം, നീ കർത്താവിനെ പുകഴ്ത്തണം. നീ കർത്താവിനെ സ്തുതിക്കണം, നീ കർത്താവിനെ മഹത്വപ്പെടുത്തണം, ആരാധിക്കണം, സ്തുതിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു കുടുംബത്തിൽ, ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ കർത്താവിനെ ആരാധിക്കുന്ന ഒരു കുടുംബത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഈ സങ്കീർത്തന വചനം 147-13 പറയുകയാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ ഒരു കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ കുറവാണ് കർത്താവിനെ ആരാധിക്കുന്നു അല്ലെങ്കിൽ ആരാധിക്കണം എന്നുള്ളത്. കർത്താവിനെ ആരാധിക്കുന്നതിൽ കുറവ് വന്നാൽ ഈ കാര്യങ്ങളിൽ ഓടാമ്പലുകൾ, വീടിൻ്റെ ബലം കുറഞ്ഞു പോകും, കുടുംബത്തിൻ്റെ ശക്തി കുറയും, മക്കൾ അനുഗ്രഹിക്കപ്പെടാതെ പോകും. അതുപോലെ തന്നെ നിൻ്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട ഒരു കുടുംബമായി മാറും. നിൻ്റെ അധ്വാന മേഖലകൾ തകർന്നു പോകും. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ ലഭിക്കുന്ന 4 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് സങ്കീർത്തനം 147-13 പറയുന്നത്. സങ്കീർത്തനം 147-13 പറയുന്നത്, നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ ഞാൻ ബലപ്പെടുത്തും. ദൈവം പറയാ, ഞാൻ ബലപ്പെടുത്തും, നിന്റെ ഭവനത്തെ ഞാൻ ബലപ്പെടുത്തും, അനുഗ്രഹിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. രണ്ടാമത് പറയുക, നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അനുഗ്രഹിക്കും. നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് നിന്റെ മക്കളിലൂടെയാണ്. നിന്റെ മക്കളിലൂടെയാണ് നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പോൾ മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നീ ദൈവത്തെ വിളിക്കണം, ദൈവത്തെ ആരാധിക്കണം. അതിനെക്കുറിച്ച് ദൈവത്തിന് വചനം പറയാം. അതുപോലെ നിന്റെ കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ, നിന്റെ അതിർത്തിക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബത്തിനുള്ളിൽ സമാധാനം വേണമെങ്കിൽ നീ കർത്താവിനെ ആരാധിക്കുന്നവനായി മാറണം. വീണ്ടും പറയുക, വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തിയാക്കും, സംതൃപ്തിയാക്കും എന്ന് പറഞ്ഞാൽ നിന്റെ അധ്വാന മേഖലകൾ അനുഗ്രഹത്തിൻ്റെതാക്കി കർത്താവ് മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. വലുതിരുവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബവും തലമുറകളും മക്കളും അതുപോലെ തന്നെ അവരുടെ ജീവസന്ധാരണ മാർഗങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ കർത്താവിനെ ആരാധിക്കണം എന്ന ഒറ്റ കാര്യം ഇന്ന് നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഹൃദയത്തിൽ പതിയേണ്ട കാര്യമാണ്. കർത്താവിനെ ആരാധിക്കണം. കർത്താവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയും. ദൈവത്തിൻ്റെ കൃപ ആ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുടുംബത്തെ നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ, സന്തോഷമുണ്ടാകാൻ കുടുംബത്തെ നമ്മൾ ധാരാളം ശ്രദ്ധിക്കാനും ദൈവാരാധനയിലേക്ക് കുടുംബത്തെ വളർത്താനും പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മദർ തെരേസ ഇങ്ങനെ പറയുന്നുണ്ട്, ഇഫ് യു വാണ്ട് ടു ബ്രിങ് ഹാപ്പിനെസ് ടു ദ വേൾഡ്, ഗോ ഹോം ആൻഡ് ലവ് യുവർ ഫാമിലി.
നിൻ്റെ കുടുംബത്തിൽ നിനക്ക് സന്തോഷം വേണമെങ്കിൽ, ഹാപ്പിനെസ് വേണമെങ്കിൽ, അങ്ങനെ അതിലൂടെ ലോകം മുഴുവൻ ഉണ്ടാകണമെങ്കിൽ നീ നിൻ്റെ ഭവനത്തിലേക്ക് പോകണം. എന്നിട്ട് പറയാം, നിൻ്റെ കുടുംബത്തെ നീ സ്നേഹിക്കണം. ഇഫ് യു വാണ്ട് ടു ബ്രിങ് ഹാപ്പിനെസ് ടു ദ വേൾഡ്, ഹോൾ വേൾഡ്, ഗോ ഹോം ആൻഡ് ലവ് യുവർ ഫാമിലി. അപ്പം നിൻ്റെ വീട്ടിലേക്ക് നീ പോകണം, നിൻ്റെ വീട്ടിലേക്ക് നീ പോകണം. എന്നിട്ട് നിൻ്റെ ഫാമിലിയെ, നിൻ്റെ കുടുംബത്തെ നീ സ്നേഹിക്കാൻ തുടങ്ങണം. ഇന്ന് അനേകം വ്യക്തികൾക്ക് കുടുംബത്തെ സ്നേഹിക്കാൻ പറ്റില്ല, നാട്ടുകാരുടെ കാര്യത്തിലായിരിക്കും വലിയ ശ്രദ്ധ. ഇന്നലെ ഒരു ഫാമിലി, ഒരു കുടുംബം വിളിച്ചിട്ട് പറയാണ് പ്രാർത്ഥിക്കണം. എന്നിട്ട് ആ ചേച്ചി പറഞ്ഞ കാര്യം ഇതാണ്, കുടുംബത്തിൻ്റെ കാര്യം ഒന്നും നോക്കില്ല ചേട്ടൻ, കുടുംബത്തിൻ്റെ കാര്യം ഒന്നും നോക്കില്ല, പക്ഷേ നാട്ടുകാരുടെ കാര്യം മുഴുവൻ നോക്കും. പള്ളിയിൽ വളരെ വേണ്ടപ്പെട്ട ഒരാൾ പള്ളിയിൽ ഏത് കാര്യം ചെയ്തു കൊടുക്കും, യൂണിറ്റ് ചെയ്തു കൊടുക്കും, നാട്ടിൽ ചെയ്തു കൊടുക്കും. നാട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോയി ആ വീട്ടിൽ എല്ലാ അത്താണിയായിട്ട് മാറും. രോഗികളുണ്ടെങ്കിൽ ചെയ്യും, പക്ഷേ സ്വന്തം കുടുംബത്തിൽ ഒരു കാര്യം ചെയ്തു തരില്ല, സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം നോക്കില്ല. ആ ചേച്ചി കഷ്ടപ്പെട്ട് പണിയെടുത്തും അതുപോലെ തന്നെ ഈ കുടുംബം പുലർത്താൻ അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്തതിനെക്കുറിച്ചും ചേട്ടൻ്റെ ശ്രദ്ധക്കുറവിനെക്കുറിച്ചെല്ലാം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മദർ തെരേസ പറയാം, നിൻ്റെ കുടുംബത്തിലേക്ക് നീ പോകണം, നിൻ്റെ കുടുംബത്തെ നീ സ്നേഹിക്കണം. അപ്പം ഇന്ന് അനേകം കുടുംബങ്ങൾ തകരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാ, ദൈവത്തിനുള്ള സ്നേഹത്തിൽ നിന്നകുന്നു. ഏതെല്ലാം കുടുംബവും വ്യക്തികളും ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ ആരാധിക്കാനും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ ആ കുടുംബങ്ങളിൽ ദൈവം വീണ്ടും ഇടപെടും. ഇനിയിപ്പോൾ അങ്ങനെ തകർച്ചയിലൂടെ ഏതെങ്കിലും കുടുംബം പോകുന്നുണ്ടെങ്കിൽ ഒരു തിരിച്ചറിവിലൂടെ തിരിച്ചു വരിക എന്നുള്ളതാണ്. ദൈവത്തെ ആരാധിക്കാൻ എന്നെല്ലാം തുടങ്ങുന്നുവോ അന്നെല്ലാം ഈ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. യാതൊരു സംശയവുമില്ല, അവിടെ സമാധാനം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ PhD ഉള്ള ഒരു ചേട്ടൻ, PhD കാരനാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ. ആ ചേട്ടൻ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വലിയ വീഴ്ചകൾ വരുത്തി, വലിയ വീഴ്ചകളും അതുപോലെ തന്നെ ചില തിരിമറികളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ ജോലി മേഖല കരിയറിലൊരു വിഷയം. അതുപോലെ തന്നെ PhD ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു യുക്തിവാദിയാണ്. എല്ലാം അദ്ദേഹം കാണുന്നത് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടുമാണ്. യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും എല്ലാം കാണുന്നത് കൊണ്ട് ദൈവ ആരാധനയോ ദൈവസ്നേഹമോ അല്ലെങ്കിൽ കുട്ടികളെ വേദപാഠത്തിന് വിടുന്നതോ പള്ളിയിൽ പോകുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ആറാമാണ്. ഇദ്ദേഹം സമ്മതിക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ സമ്മതിക്കില്ല, വീട്ടിൽ നടത്താൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ വന്ന് അവസാനം വലിയ ഒരു പ്രതിസന്ധിയിലും അത് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നു. ജോലി നഷ്ടപ്പെട്ടു, സാഹചര്യം വന്ന് പിന്നീട് ജോലി പോയി. അങ്ങനെയുള്ള പ്രതിസന്ധിയിലൂടെ എല്ലാം കടന്നു വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്ന് ഓർക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നു. അങ്ങനെ ഇടയ്ക്ക് ഇവിടെ വന്ന് ഈ വെള്ളിയാഴ്ച ശുശ്രൂഷി വന്ന് കൂടും. കാരണം പ്രത്യേകിച്ച് സാമ്പത്തിക മേഖല എല്ലാം തകർന്നു, ജോലി നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു, കുടുംബക്കാരുടെ ഇടയിൽ ഒറ്റപ്പെട്ടു. അങ്ങനെ എല്ലാ രീതിയിലും പുറകോട്ട് പോയ സാഹചര്യത്തിൽ ഈ ചേട്ടൻ പിന്നീട് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഇവിടെ വന്നതാണ്. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അതുപോലെ തന്നെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, നല്ല കുമ്പസാരങ്ങൾ നടത്തി ദൈവത്തിൽ വിശ്വസിക്കാൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ശക്തി കടന്നു വരിക. ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു, ദൈവത്തിൻ്റെ ശക്തി കടന്നു വന്നു. അപ്പോൾ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയായി. സാമ്പത്തിക പ്രതിസന്ധികൾ ശരിയായി, ജോലി മേഖലകൾ, പുതിയ ജോലി കൊടുത്തുകൊണ്ട് കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ മക്കൾ പഠിക്കാൻ ആരംഭിച്ചു. പഠന മേഖലയിൽ കുറവുണ്ടായിരുന്ന, അനുസരണക്കേടിൽ പോയിരുന്ന മക്കൾ പഠിക്കാൻ തുടങ്ങി, മാതാപിതാക്കളെ അനുസരിക്കാൻ തുടങ്ങി. ഈ കുടുംബം ഇന്ന് വലിയ ഒരു സന്തോഷത്തിലൂടെ കടന്നു പോവുകയാണ്. കൃത്യമായും ദൈവത്തെ ആരാധിക്കാനും ഞായറാഴ്ച ആചരണവും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ പോകാൻ, കുടുംബ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ, ഇതിനെല്ലാം വലിയ ഒരു തീക്ഷ്ണത ഈ കുടുംബത്തിൽ എന്ന് വന്നോ അന്ന് മുതൽ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങി. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി,
യേശുവെ ആരാധന. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ഒരു കുടുംബം ആരാധിക്കാതെ വരുമ്പോൾ ആ കുടുംബത്തിൽ അനേകം തകർച്ചകൾ കടന്നു വരും. അതിനെക്കുറിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ 22 മുതലുള്ള വചനങ്ങൾ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 22 മുതൽ വചനങ്ങൾ. ബൈബിളൊക്കെ ഒന്ന് എല്ലാവരും എടുത്ത് തുറന്ന് നോക്ക്, നല്ലതാണ്. അപ്പോൾ അതിൽ വചനത്തിലൂടെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലും ബുദ്ധിയിലുമെല്ലാം അത് പതിയാനിടയാകും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 22 മുതൽ വചനങ്ങൾ ഒന്ന് വായിക്കാവോ? ആ മൈക്കിലൂടെ വായിച്ചു വന്നാൽ അപ്പം കൃത്യമായിട്ട് കേൾക്കാമല്ലോ എല്ലാവർക്കും. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ ആ വലിയ തിന്മകളെ സമാധാനം എന്ന് വിളിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ തെറ്റുപറ്റി. എന്നിട്ട് പറയാ, സംഘർഷത്തിൽ, തിന്മയിൽ, പാപത്തിൽ കഴിയുന്ന അവർ അതിൽ സമാധാനം കണ്ടെത്താൻ തുടങ്ങി. തിന്മയിൽ കഴിയുന്നവർ അതിൽ സമാധാനം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിന് പുറത്തേക്ക് വരാൻ അവർ തയ്യാറാകുന്നില്ല. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റുപറ്റി പിന്നീട് അവർ ജീവിക്കുന്ന ഏതവസ്ഥയാണോ, തകർച്ചയാണോ, അതിലൂടെ പോകാൻ തുടങ്ങി. ഇനി 24-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. തങ്ങളുടെ ജീവിതമോ വിവാഹമോ പാവനമായി സൂക്ഷിക്കുന്നില്ല. പകരം അവർ പരസ്പരം ചതിയിൽ വധിക്കുകയോ വ്യഭിചാരത്താൽ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നു. രക്തച്ചൊരിച്ചിൽ, കൊല, മോഷണം, ചതി, അഴിമതി, അവിശ്വസ്തത, കലാപം, സത്യലംഘനം, ശരിയേതെന്നുള്ള ആശയക്കുഴപ്പം, കൃതജ്ഞത, ദൂഷണം, ലൈംഗിക വൈകൃതം, വിവാഹത്തകർച്ച, വ്യഭിചാരം, വിഷയാസക്തി ഇവ നടമാടുന്നു. പേര് പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ് എല്ലാ തിന്മകളുടെയും ആരംഭവും കാരണവും അവസാനവും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തിൽ നിന്നും അകന്നു പോയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകൾ, അവരുടെ ജീവിതമോ വിവാഹമോ പാവനമായി അവർ സൂക്ഷിക്കുന്നില്ല. അപ്പോൾ വിവാഹ ജീവിതവും അതുപോലെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തെയും പരിപാവനമായോ പരിശുദ്ധിയിലോ അവർ കാത്തു സൂക്ഷിക്കില്ല. എന്നിട്ട് വചനം പറയുകയാണ്, അതിന് പകരം അവർ ചെയ്യുന്നത് ചതിയിൽ വധിക്കും, വ്യഭിചാരപൂർണമായ ജീവിതം നയിക്കും, മോഷണം, കൊലപാതകം, അവിശ്വസ്തത, കലാപം, കൃതജ്ഞത, ഇങ്ങനെയുള്ള അനേകം തിന്മകൾ ഒരു കുടുംബത്തിൽ, ദമ്പതികളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും. കാരണം ദൈവത്തെ ദൈവമായി അവർ ആരാധിക്കുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് ഒരു വൈകുന്നേരം 8 മണിക്ക് ഞാൻ കുർബാന കഴിഞ്ഞ്, വൈകുന്നേരം 7:30 കുർബാന കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് കുർബാന കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ 8:15 പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ പള്ളിയുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് ഒരു കാർ വളരെ വേഗത്തിൽ വന്ന് കയറി പോകുന്നു, ബ്രേക്ക് ഔട്ട് നിർത്തുന്നു കണ്ടു. അപ്പം ഞാൻ ആരെങ്കിലും പരിചയമില്ലാത്തവർ വന്നായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ നോക്കി കുറച്ച് നേരം അങ്ങനെ നിന്നപ്പം എനിക്ക് പരിചയമുള്ള ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് വളരെ സീരിയസ് ആയിട്ട് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ഒരു 5 മിനിറ്റ് തരുമോ എന്ന് ചോദിച്ചു. ഒരു 5 മിനിറ്റ് തരുമോ? മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു കുഴപ്പം കൊണ്ട് വന്നേക്കുന്ന, അങ്ങനെ ഞാൻ കണ്ടിട്ടുമില്ല മനുഷ്യനെ. അതുകൊണ്ട് ഞാൻ അവിടെ സംസാരിച്ചിരുന്ന ആൾക്കാരെ പെട്ടെന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ പറഞ്ഞു വിട്ട് എത്രയും പെട്ടെന്ന് ഇവരോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, 5 മിനിറ്റ് തരുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തുനിന്ന് പോയി. ഞാൻ എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സംസാരിച്ച ആൾക്കാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഈ വണ്ടിയുടെ അടുത്ത്, ഞാൻ ഈ മനുഷ്യൻ വന്ന വണ്ടിയുടെ അടുത്ത് വരുമ്പോൾ ഈ മനുഷ്യൻ വണ്ടിക്കകത്ത് ഗ്ലാസ് എല്ലാം കയറ്റി അദ്ദേഹം ഇങ്ങനെ പുറത്തോട്ട് വലതുവശത്തേക്ക് ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ വാതിലെ മുട്ടി, ഇയാൾ അറിയുന്നില്ല.
കാര്യം കണ്ണൊക്കെ തുറന്നായിരിക്കുന്നു, അങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കുന്നു. അപ്പം ഞാൻ വണ്ടിക്കകത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങേ സൈഡിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഒരാൾ പുറത്തേക്ക് വലത്തേക്ക് നോക്കിയിരിക്കുന്നു, ഒരാൾ പുറത്തേക്ക് ഇടത്തേക്ക് ഇങ്ങനെ ഗ്ലാസ്സിൽ കൂടി അങ്ങോട്ട് നോക്കി തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഈ അശോകസ്തംഭം ഇരിക്കുന്ന പോലെയാണ്. അശോകസ്തംഭം ഇരിക്കുന്ന എങ്ങനെയാണ്? അശോകസ്തംഭം ഇരിക്കുന്ന 3 പേര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഒരാൾ അങ്ങോട്ടിരിക്കും, ഒരാൾ ഇങ്ങോട്ടിരിക്കും, ഒരാൾ ഇങ്ങോട്ടിരിക്കും. അവരെന്നേലും മുഖത്തോട് നോക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇതേപോലെ ഇവരിയ്ക്കുകയാണ്. ഇങ്ങനെ പുറത്തേക്ക് ഒരാൾ ഇങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് അങ്ങോട്ട് തിരിഞ്ഞിരുന്നു. അതിൻ്റെ ഇങ്ങേ സൈഡിലിരിക്കുന്ന ചേച്ചി ഫ്രണ്ട് സീറ്റിൽ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പം ഈ അശോകസ്തംഭം ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ഡോറെ മുട്ടി, ഗ്ലാസ്സെ മുട്ടി. ഈ മനുഷ്യൻ അറിയുന്നില്ല. വീണ്ടും മുട്ടി. ഈ മനുഷ്യൻ അറിയുന്നില്ല. ഇങ്ങനെ കണ്ണു തുറന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ തമ്മിൽ എന്തോ സീരിയസ് ആയ പ്രശ്നങ്ങൾ ഉണ്ട്, അതുകൊണ്ട് വന്നേക്കുന്നതാണ് ഭാര്യയും ഭർത്താവെന്ന് മനസ്സിലായി. അപ്പം ഞാൻ വീണ്ടും ഇങ്ങനെ കുറച്ച് നേരമൊക്കെ മുട്ടിക്കഴിഞ്ഞപ്പം ഈ മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ തലയൊക്കൊന്ന് കുലുക്കി നോക്കി, പെട്ടെന്ന് ഡോറ് തുറന്നു. അങ്ങനെ ഇറങ്ങി വന്നു. ഇറങ്ങി വാടിയെന്ന് അവളോട് പറയുന്നത് കേട്ടു. അങ്ങനെ അവൾ ഇറങ്ങി വന്നു. അങ്ങനെ 2 പേരെയും കൊണ്ടുവന്ന് എൻ്റെ മുറി കയറ്റി അവർ കസേര ഇരുത്തി. അപ്പോൾ കസേര ഇരുത്തി ഇയാൾ പറയുന്ന ഒരു കാര്യം ഇതാണ്: എനിക്കിനി അവളെ വേണ്ട, ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല, പക്ഷേ എനിക്ക് വേണ്ട. ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല, എനിക്ക് വേണ്ട. പക്ഷേ ഞാൻ ഇനി വീട്ടിൽ കിടക്കില്ല, ലോഡ്ജിലേ കിടക്കുകയുള്ളൂ. അവൾക്ക് വേണ്ടുന്ന ചിലവിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കും. 2 പേരും ജോലിക്കാരാ, മേടിച്ചു കൊടുക്കേണ്ട സാധനങ്ങൾക്ക് വീട്ടിലേക്ക് കൊടുക്കും. പക്ഷേ ഒരു ബന്ധം ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ഒരു ബന്ധവും ഇനി ഇവളുമായിട്ട് നടത്താൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ലോഡ്ജിൽ പോയി കിടക്കും, ഇനി വീട്ടിലേക്ക് വരില്ല. വീട്ടിൽ പകൽ വരും, രാത്രി ലോഡ്ജിൽ പോയി കിടക്കും. അപ്പോൾ ഇങ്ങനെ വലിയൊരു പ്രതിസന്ധിയായിട്ട് അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായെന്ന് ചോദിച്ചു. അപ്പോൾ 28 വർഷം കഴിഞ്ഞാന്ന് പറഞ്ഞു. 2 പെൺപിള്ളേരുണ്ടെന്ന് എനിക്കറിയാം. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയേക്കുന്നതുമാണ്. ഇവർ തന്നെയാണ് താമസിക്കുന്നതും. അപ്പോൾ ഈ സംസാരിച്ച് ഒരു കാരണവശാലും ഈ ചേട്ടൻ പറയുന്നത് ഇനി ഇവളോട് ഒരുമിച്ച് ജീവിക്കുന്ന പ്രശ്നമില്ല, ഉപേക്ഷിക്കില്ല, ഇങ്ങനെ പറയണം. അങ്ങനെ സംസാരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8:15 തൊട്ട് രാത്രി ഒരു 12:15 വരെ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് അവസാനം വന്നപ്പോഴത്തേക്കും പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിൽ പോയി കിടന്നോളാം, പക്ഷേ എൻ്റെ മുറിയിൽ ഇവളെ കിടത്തില്ല, എൻ്റെ മുറിയിൽ കിടത്തില്ല. ഞാൻ വീട്ടിൽ വേണേൽ പോയി കിടക്കാം, പക്ഷേ എൻ്റെ മുറിയിൽ കിടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് വീണ്ടും അങ്ങനെ എന്തേലും ഒരു കാര്യം ഈ ചേട്ടനൊന്ന് സംസാരിച്ചൊന്ന് ഒതുങ്ങി വരുമ്പോൾ ഇവളേതേലും പഴയ അമ്മായിമ്മ ചെയ്ത കാര്യങ്ങൾ 28 വർഷം മുമ്പിലത്തെ കാര്യമൊക്കെ ഈ പറയാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് ഇവർ ദേഷ്യം കയറി അടിക്കാൻ വേണ്ടി കൈ പോകും. അപ്പം ഞാൻ പിന്നെ ചാടിയേറ്റി ഈ ചേട്ടൻ്റെ കയ്യെ പിടിച്ച് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് എങ്ങനെയാണ് തല്ലുന്നത്? അതൊരു സുഖമില്ലല്ലോ. അത് വീട്ടിൽ വെച്ച് തല്ലിയാൽ പോരെ. എന്നാൽ എൻ്റെ മുമ്പിൽ വന്നിട്ട് ഇവർ തമ്മിൽ തല്ലുണ്ടാക്കുന്നതും തല്ലുകൊള്ളുന്നതും ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഈ ചേട്ടൻ്റെ കയ്യെ കയറി ഞാൻ ചാടി പിടിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറയും. അങ്ങനെ ചേട്ടനെ ഒന്ന് ഒതുക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ചേട്ടത്തി ഇതേപോലെ തന്നെ ചൂടായി വേളം വെച്ച് അതും കൈ പൊക്കിക്കൊണ്ട് വരും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ തമ്മിൽ കയ്യാങ്കളി വീട്ടിൽ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എന്തായാലും അവസാനം അങ്ങനെ പറഞ്ഞ് ഈ ചേട്ടൻ സമ്മതിച്ചു, ഒരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിൽ പോയി കിടക്കാം, പക്ഷേ ഇവളെ ഞാൻ എൻ്റെ മുറി കയറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് അവസാനം ഈ ചേട്ടൻ കാര്യങ്ങളൊക്കെ നിസ്സാര കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഈ ചേട്ടൻ നല്ല വാശിയുണ്ട്, ചേട്ടത്തിക്ക് അത്ര വാശിയുണ്ട്. അപ്പോൾ ഈ വിട്ടുകൊടുക്കാൻ പറ്റാത്തുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്ന അവസാനം ഇവർ തമ്മിൽ ഒരു ധാരണയിലെത്തി. ശരി, ഇവളെ ഞാൻ എൻ്റെ മുറി കിടത്താം. അപ്പോൾ ഇവൾ പറഞ്ഞു, കട്ടിലേ കിടത്തില്ല, താഴെ വേണേ കിടന്നോട്ടെ. കട്ടിലേ കിടത്തില്ല, താഴെ കിടന്നോട്ട് കൂടെ. ഞാൻ പറഞ്ഞു, കട്ടിലേ കിടത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, താഴെ കിടത്തിയാലും വേണ്ടില്ല എന്ന് പറഞ്ഞു. താഴെ കിടത്തിയാലും മതി, കട്ടിലേ കിടത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, മുറി ആയിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 12:15 രാത്രി. അപ്പം പ്രാർത്ഥിച്ച് അങ്ങനെ ഇവരെ പറഞ്ഞു വിട്ടു. എന്തായാലും പിന്നീട് ഇവർ അലമ്പും കൊണ്ട് വന്നില്ല. ഹല്ലേലൂയ. പിന്നെ അലമ്പും കൊണ്ട് ഇവർ വരുന്നത് കണ്ടില്ല. പക്ഷേ ഞാൻ പിന്നെ പല സ്ഥലങ്ങളിൽ വെച്ചും ഇവരെ കാണാറുണ്ട്. ഇവർ വളരെ സന്തോഷത്തിൽ വളരെ ഒരു കൂട്ടായ്മ ജീവിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പം അങ്ങനെ ഞാൻ ഒരു ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഇവിടെ വരാൻ പറഞ്ഞു. ഇവിടെ ഒരു ദിവസം വരാൻ പറഞ്ഞ് അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ഇവിടെ വന്ന് വളരെ സ്നേഹത്തോടെ സംസാരിച്ചും അതുപോലെ തന്നെ ഇവർ തമ്മിൽ പഴയ പ്രശ്നങ്ങളെല്ലാം
അവസാനിപ്പിച്ച് ഇന്ന് നല്ലൊരു ജീവിതം നയിക്കുന്നു എന്നൊക്കെ അന്ന് അവർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അപ്പം സ്നേഹമുള്ളവരെ, ഈ കുടുംബങ്ങൾ തകരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഈ ചേട്ടനെ സംസാരിച്ചപ്പോഴും മനസ്സിലാക്കിയപ്പോഴും എനിക്ക് തിരിച്ചറിയാനുള്ളൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലും ചിന്തകളിലും തെറ്റായ അനേകം കാര്യങ്ങൾ കയറി. അദ്ദേഹത്തിന് പല തെറ്റായ ഇസങ്ങളും അതുപോലെ തന്നെ പഠനങ്ങളും തലയിൽ കയറി കഴിഞ്ഞപ്പോൾ പള്ളി പോകുന്ന പരിപാടിയില്ല, പ്രാർത്ഥിക്കുന്ന പരിപാടിയില്ല, ദൈവാരാധനയില്ല. അങ്ങനെ ഈ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഒരു നിരീശ്വരവാദിയെ പോലെ ഇങ്ങനെ ജീവിക്കുകയാണ്, യുക്തിവാദിയെ പോലെ. എന്നിട്ട് ദൈവം ഇല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളുമായിട്ടെല്ലാം ഇങ്ങനെ കൂടി അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോവുകയാണ്. പക്ഷേ ഈ എന്തു വന്നാലും എനിക്ക് പോസിറ്റീവായിട്ട് വന്നൊരു കാര്യം ഇതാണ്, ഇവരുടെ ഈ പ്രശ്നം വന്നപ്പോൾ ഇവർ ഈ പ്രശ്നം തീർക്കാൻ പള്ളിയിലേക്ക് വന്നതുകൊണ്ടും എൻ്റെ അടുത്തേക്ക് വന്നതുകൊണ്ടും എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിൻ്റെ ഒരു കരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവരുടെ ഈ പ്രശ്നം തീർക്കാൻ ഇവർ വേറെ സ്ഥലത്ത് പോയില്ല, എന്തായാലും വേറെ സ്ഥലത്ത് പോയില്ല. അതുപോലെ തന്നെ ഈ പ്രശ്നം ഇനി തീരണ്ടെന്നും അവർ വിചാരിച്ചില്ല, തീരണം. അതുപോലെ തന്നെ അത് ഒരച്ഛൻ്റെ അടുത്ത് വന്ന് പള്ളിയിൽ വന്ന് പറഞ്ഞ് സംസാരിച്ച് തീർക്കണം എന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ ബോധ്യം അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ തൊട്ടു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ പ്രശ്നങ്ങൾ മുഴുവനും കുടുംബങ്ങളിൽ കടന്നു വരുമ്പോൾ ഒരു വ്യക്തി പ്രത്യേകമായിട്ടും ഏതെങ്കിലും തരത്തിൽ പരസ്പരം പഴിചാരി മാറിപ്പോകുന്ന ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്ന് മാറിയാൽ, പഴിചാരാതെ സ്നേഹിക്കണം, അതുപോലെ തന്നെ ഇത് പരിഹരിക്കണം എന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കർത്താവ് ഇടപെടാൻ തുടങ്ങും. ഈ കുടുംബത്തിൽ കർത്താവ് ഇടപെട്ട്. അതുകൊണ്ടാണ് ഇവർ എന്നാൽ ഈ രാഷ്ട്രീയക്കാരുടെ അടുത്തേക്ക് പോയില്ലല്ലോ, അല്ലെങ്കിൽ ഏത് സംഘടനക്കാരുടെ അടുത്തേക്ക് പോയില്ല. ഇവർ വന്നത് പള്ളിയിലാണ്. നമുക്കറിയാം, ഈ ആദി മാതാപിതാക്കന്മാരുടെ കുടുംബത്തിൽ ശരിക്കും പറഞ്ഞാൽ അവർ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ദൈവത്തെ ധിക്കരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തിൽ പിന്നീട് സംഭവിച്ച കാര്യം ഇവർ തമ്മിൽ പഴിചേരാൻ തുടങ്ങി. ഭർത്താവും ഭാര്യയും തമ്മിൽ പഴിചേരാൻ, നീ കാരണമാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ അവൾ പറഞ്ഞു സർപ്പം കാരണമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരസ്പരം പഴിചാരി ഒരു കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം. പക്ഷേ തിരുക്കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നൊരു കാര്യമുണ്ട്. അവർ പരസ്പരം സഹനങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ദുരിതങ്ങളിലൂടെയും എല്ലാം അവിടെ കടന്നു പോകുമ്പോൾ ഒരു പരസ്പരമുള്ള സ്നേഹബന്ധം, കൂട്ടായ്മ, കരുതലിൻ്റെ ഒരു കരം ഇത് ഈ കുടുംബത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് കൂട്ടായ്മയുടെയും കരുതലിൻ്റെയും കരം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും എന്ന് നഷ്ടപ്പെടുന്നോ അന്ന് കുടുംബങ്ങൾ തകരാൻ തുടങ്ങും. അപ്പോൾ ഈ കരുതലിൻ്റെ കരം കിട്ടുന്നത് ദൈവമാണ് ഇത് തരുന്നത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം കരുതലിൻ്റെ ഒരു കരം നീട്ടി തന്നുകൊണ്ട് കുടുംബങ്ങളെ സംരക്ഷിക്കും. അപ്പം അതാണ് അവിടെ ദൈവാരാധനയുടെ വലിയ ഒരു പ്രസക്തി എന്ന് പറയുന്നതാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 27:2, പ്രഭാഷകൻ്റെ പുസ്തകം 27:2 ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 27:2 കിട്ടിയെങ്കിൽ വായിച്ചു. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. ദൈവത്തിന് വചനം പറയാണ്, ദൈവഭക്തിയിൽ തീഷ്ണതയും അതുപോലെ തന്നെ ദൃഢതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. ദൈവം പറയാ നശിക്കും എന്നല്ല പറഞ്ഞ, അതിവേഗം നശിക്കും. ഇന്ന് അനേകം കുടുംബങ്ങൾ തകരുന്നുണ്ടെങ്കിൽ ഈ ദൈവഭക്തി കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളതാണ്. ദൈവഭക്തി കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ കുടുംബങ്ങൾ നിലം പൊത്തും. ഇന്ന് അനേകം കുടുംബങ്ങൾ നിലം പൊത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമുക്കറിയാം 2018 പ്രളയം വന്നു. പ്രളയത്തിൽ ശരിക്കും പറഞ്ഞാൽ വീടുകൾ നിലം പൊത്തുന്നത് നമ്മൾ ലൈവായിട്ട് കാണുകയാണ്. ഇന്ന് ഇതുപോലെ നമ്മുടെ കുടുംബങ്ങൾ, അനേകം കുടുംബങ്ങൾ ദൈവഭക്തി കുടുംബങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടപ്പോൾ, അതിലുള്ള ദൃഢതയും തീഷ്ണതയും നഷ്ടപ്പെട്ടപ്പോൾ അനേകം കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു 12ാം ക്ലാസ്സുകാരി പെൺകുട്ടി പങ്കുവെച്ച ഒരു കാര്യമുണ്ട്.
അവളുടെ ജീവിതത്തിൽ അവൾ പറയാ, കുടുംബത്തിൽ 3 മക്കൾ പെൺപിള്ളേരുണ്ട്, 3 പെൺപിള്ളേർ, മൂത്തവർ 12ാം ക്ലാസ് പഠിക്കുന്നു. മാതാപിതാക്കന്മാർ തമ്മിൽ വലിയ പ്രതിസന്ധിയും കൂട്ടായ്മയും നഷ്ടപ്പെട്ട് ഇവർ എപ്പോഴാണ് ഡൈവോഴ്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 കുട്ടികളുടെ പേരൻസ് ഡൈവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവർ അതിനു വേണ്ടിയുള്ള പേപ്പർ വർക്ക് നടത്തി വേർപിരിയണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠനത്തിൽ മികവുണ്ടായിരുന്ന ഈ 3 പിള്ളേരും, അതിൽ പ്രത്യേകിച്ചും +2 ഒക്കെ പഠിക്കുന്ന കുട്ടിക്ക് ഇത് കൂടുതൽ മാനസികമായിട്ട് ബാധിച്ച് പഠനത്തിൽ നിന്ന് പുറകോട്ട് പോയി. അവളുടെ ഒരു ഉത്കണ്ഠ എന്ന് പറയുന്നത് ഇവർ പേരൻസ് ഡൈവോഴ്സായി പോയി കഴിഞ്ഞാൽ വീട് നഷ്ടപ്പെടും, ഇവർക്ക് കിട്ടുന്ന സംരക്ഷണം നഷ്ടപ്പെടും, കുടുംബത്തുണ്ടായിരുന്ന മാതാപിതാക്കന്മാർ ലഭിക്കുന്ന സ്നേഹം നഷ്ടപ്പെടും. ഇങ്ങനെ ഇതെല്ലാം കൂടി മനസ്സിനെ ബാധിച്ച് പഠിക്കാൻ പറ്റാത്ത വലിയൊരു പ്രതിസന്ധിയിലൂടെ ദുഃഖം പങ്കുവയ്ച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി. മാതാപിതാക്കന്മാർ തമ്മിലുള്ള ഈ ഭിന്നത എങ്ങനെ കുട്ടികളുടെ ഭാവി ജീവിതത്തെ നന്നായിട്ട് വളർത്താൻ സഹായിക്കും? മാതാപിതാക്കന്മാരുടെ സ്നേഹം നഷ്ടപ്പെട്ട ഈ മക്കൾ എങ്ങനെ അവരുടെ ജീവിതത്തിൽ, ഭാവി ജീവിതത്തിൽ അവർക്ക് കരുതലോടെ സ്നേഹത്തോടെ ഇനിയുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് അവർക്ക് സാധിക്കും? ഒരിക്കൽ ബെനഡിക്റ്റ് 16 പാപ്പ 2012 ജൂൺ മാസത്തിൽ കുടുംബങ്ങളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറ്റലിയിലെ മിലാനിൽ വെച്ച് സംവദിക്കുമ്പോൾ ഒരു 7 വയസ്സുകാരി പാപ്പയോട് ചോദിക്കുന്നുണ്ട്. അവളുടെ പേര് കാറ്റ് ടിയൻ എന്നാണ്. ഈ പെൺകുട്ടി മാർപ്പാപ്പയോട്, കുടുംബങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർപ്പാപ്പയോട് ഈ 7ാം ക്ലാസ്സുകാരൻ 7 വയസ്സുള്ള പെൺകുട്ടി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അങ്ങയുടെ കുടുംബത്തെക്കുറിച്ചും അങ്ങ് എന്നെപ്പോലെ കുട്ടിയായിരുന്നപ്പോൾ വീട്ടിലെ ഓർമ്മകളെക്കുറിച്ചും ഒന്ന് പങ്കുവയ്ക്കാമോ എന്ന് ചോദിച്ചു. 7ാം ക്ലാസ്സുകാരി 7 വയസ്സുകാരി ചോദിക്കുന്ന കാര്യമാണ്. അങ്ങ് കുട്ടിയായിരുന്നപ്പോൾ അങ്ങയുടെ കുടുംബത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള അങ്ങയുടെ ഓർമ്മകളെക്കുറിച്ച് എന്നോടൊന്ന് പങ്കുവയ്ക്കാമെന്ന് ചോദിക്കുക. 7 വയസ്സുകാരി ചോദിക്കുകയാണ്. അപ്പം മാർപ്പാപ്പ ഇവളോട് പറയുന്നുണ്ട്, പ്രിയ കുഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള സ്മരണയാണ് നീ ചോദിക്കുന്നത്. ഇപ്പം ഞാൻ ഇത്ര വയസ്സായി, മാർപ്പാപ്പയാണ് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. എന്നിട്ട് പറഞ്ഞു, കുടുംബത്തെക്കുറിച്ച് എനിക്ക് ഒത്തിരി ഓർമ്മകളുണ്ടെന്ന് പറഞ്ഞു, ഒത്തിരി നല്ല ഓർമ്മകളുണ്ട്. എന്നിട്ട് പറഞ്ഞു, കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അവിസ്മരണീയമായ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള നല്ല സ്മരണ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ ഞായറാഴ്ചകളായിരുന്നു എന്ന് പറയുകയാണ്. ഞായറാഴ്ച ദിവസങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവിസ്മരണീയമായ ഓർമ്മകൾ നൽകുന്ന ദിവസം. എന്നിട്ട് പാപ്പ പറയുക, ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ പറയാനുണ്ട്, എന്നാലും കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയത്ത് പറയാം. എന്നിട്ട് പാപ്പ അവളോട് പറയുന്നുണ്ട്. അപ്പോൾ അവർ കേൾക്കാൻ കുടുംബങ്ങളും അതുപോലെ അനേകം കുടുംബങ്ങളും മാതാപിതാക്കന്മാരും മക്കളും എല്ലാം ഉള്ള സദസ്സിൽ പാപ്പ പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ അന്ന് ഞായറാഴ്ചകൾ തുടങ്ങുന്നത് ശനിയാഴ്ച വൈകുന്നേരം മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഞായറാഴ്ച ആചരണം ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം മുതൽ ആരംഭിക്കും. എന്നിട്ട് പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്, അന്ന് ജർമ്മനിയിൽ സർവ്വസാധാരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥന പുസ്തകത്തിൽ നിന്നും ഞായറാഴ്ചത്തെ വചനഭാഗം എടുത്ത് ഞങ്ങൾ വീട്ടിൽ വായിക്കും. ഞായറാഴ്ചത്തെ വചനഭാഗം ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ വായിക്കും. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ആരാധനക്രമവുമായി ബന്ധപ്പെട്ട് നയിക്കുന്ന ഒരു കുടുംബമായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ആഴ്ചത്തെ കാര്യം, ഞായറാഴ്ചയിൽ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അതിന് തലേ ദിവസം ശനിയാഴ്ച വൈകുന്നേരം മുതൽ ഞായറാഴ്ചത്തെ വചനഭാഗം വായിച്ച് അങ്ങനെ ഇവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ പോകുമെന്ന് പറയണം. എന്നിട്ട് പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്, ഞായറാഴ്ച ആചരണങ്ങളിൽ ഞങ്ങൾ പരിശുദ്ധ കുർബാനയിൽ കുടുംബമായിട്ട് എന്ന് വന്ന് പങ്കുചേരും. അപ്പനും അമ്മയും ഞങ്ങൾ മക്കളെല്ലാവരും ഒരുമിച്ച് പങ്കുചേരും. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട് ജർമ്മനിയിൽ സാങ്സ്ബർഗ് എന്ന് പറയുന്നൊരു സ്ഥലത്താണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതിൻ്റെ അടുത്ത്
എപ്പോഴും സംഗീതം കേൾക്കാമെന്ന് പറഞ്ഞു. വീട്ടിൽ എപ്പോഴും സംഗീതം കേൾക്കാം. അതിൽ മൊസാർട്ടിൻ്റെയും ഷൂബർട്ടിൻ്റെയും അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ സംഗീതങ്ങൾ എപ്പോഴും കേൾക്കുമ്പോൾ സ്വർഗത്തിൽ ആയിരിക്കുന്ന ഒരനുഭവം വീട്ടിൽ കേൾക്കാമെന്ന് പറഞ്ഞു. ഒരനുഭവം അങ്ങനെ ഉണ്ടാവുകയാണ്. എന്നിട്ട് പറയുകയാണ്, വീട്ടിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ആഹാരം കഴിക്കും, ഭക്ഷണം ഒരുമിച്ച് കഴിക്കും. നമുക്കറിയാം, ഇന്ന് ഭക്ഷണം കഴിക്കുന്ന പല സമയങ്ങളിലായിരിക്കും. ഇനി ഭക്ഷണം കഴിച്ചാൽ പല ഫോണിലും എല്ലാമായിരിക്കും, അല്ല ടി വി കണ്ടുകൊണ്ടായിരിക്കും. അപ്പോൾ പാപ്പ പറയും, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ധാരാളം പാട്ട് പാടും, അത് കഴിഞ്ഞ് കുടുംബമായിട്ട് ഒരുമിച്ച് ഞങ്ങൾ നടക്കാൻ പോകും, യാത്ര പോകും. എന്നിട്ട് പറയും, വനത്തിനടുത്താണ് താമസിച്ചിരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ വനത്തിൽ പോകും. അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് കളിക്കും, മാതാപിതാക്കന്മാരും മക്കളെല്ലാം ഒരുമിച്ച് കളിക്കും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരൻ നല്ല സംഗീതജ്ഞനായിരുന്നു, അതുകൊണ്ട് ഈ ഇൻസ്ട്രുമെൻസ് എല്ലാം ഉപയോഗിച്ച് ഞങ്ങൾ വീട്ടിൽ വലിയ ഗാനമേള നടത്തും, പാട്ടുപാടി അങ്ങനെ സന്തോഷിക്കും. എന്നിട്ട് പറയാം, ഞങ്ങളുടെ ജീവിച്ച കാലഘട്ടങ്ങൾ യുദ്ധത്തിൻ്റെയും കെടുതിയുടെയും കാലഘട്ടങ്ങളായിരുന്നു, അതുകൊണ്ട് ദാരിദ്ര്യമുണ്ട്, വളരെ ദാരിദ്ര്യം ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. എങ്കിലും ഞങ്ങളെല്ലാവരും ഒരേ ആത്മാവും ഒരേ ജീവനുമായിട്ട് ജീവിച്ചു എന്ന് പറയുകയാണ്. ഒരേ ആത്മാവും ഒരേ മനസ്സെല്ലാമായിട്ട് ജീവിച്ചു. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ഈ സാഹചര്യങ്ങളിൽ ഞങ്ങൾ ഉള്ളതെല്ലാം പങ്കുവെച്ച് ജീവിച്ചു. എന്നിട്ട് പറയുക, കരുതലുള്ള ഒരു കുടുംബമായിരുന്നു. മാതാപിതാക്കന്മാർക്ക് ഞങ്ങളോടൊരു കരുതൽ, ഞങ്ങൾക്ക് മാതാപിതാക്കന്മാരൊരു കരുതലുണ്ടായിരുന്നു. എന്നിട്ട് പറയുകയാണ്, പാപ്പ പറയുക, ഇങ്ങനെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സന്തോഷകരമായ ഒരു ബാല്യകാല അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സന്തോഷകരമായ ബാല്യകാലം ഉണ്ടായിരുന്നത് കൊണ്ട് പാപ്പ പറയുക, ഞാൻ നിത്യതയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് ഞാൻ പോയാൽ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഭവനത്തിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ സ്വർഗീയമായ ഒരു സന്തോഷവും അനുഭവവും ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നിത്യതയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലേക്ക് പോകുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ തോന്നുകയാണെന്ന് പറയുകയാണ്. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പാപ്പ പറഞ്ഞതിൽ നമുക്കറിയാം, അതിനെ ഇങ്ങനെ പറയാം, ഫാമിലീസ് ആർ മെയ്ഡ് ഇൻ ദ ഹാർട്ട്. ഫാമിലീസ് ആർ മെയ്ഡ് ഇൻ ദ ഹാർട്ട്. കുടുംബങ്ങൾ ഇന്ന് പണിയപ്പെടുന്നത്, നിർമ്മിക്കപ്പെടുന്നത് ഹൃദയത്തിലാണ്. ഹൃദയത്തിലാണ് ഇന്ന് കുടുംബങ്ങൾ രൂപപ്പെടേണ്ടത്. അപ്പോൾ ഹൃദയത്തിൽ കുടുംബങ്ങൾ രൂപപ്പെട്ടാൽ ആ കുടുംബങ്ങൾ സമൃദ്ധിയുടെ കുടുംബങ്ങളും ഐശ്വര്യത്തിൻ്റെ കുടുംബങ്ങളും കൂട്ടായ്മയുടെ കുടുംബങ്ങളുമാകും. ഇന്ന് കുടുംബങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാകുന്നില്ല, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. ദമ്പതികൾ തമ്മിൽ ഒരു ഹൃദയത്തിലൊരു കൂട്ടായ്മ, മക്കളും ദമ്പതികളും തമ്മിൽ, മാതാപിതാക്കന്മാർ തമ്മിൽ ഹൃദയത്തിൽ ഒരു കൂട്ടായ്മ കെട്ടിപ്പടുത്താൽ ആ കുടുംബങ്ങൾ അനുഗ്രഹത്തിൻ്റെ ഭവനങ്ങളാണ്. ഇന്ന് പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നില്ല, കൂട്ടായ്മ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ. അതിന് കാരണമെന്ന് പറയുന്നത് ഹൃദയത്തിൽ കുടുംബങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. അപ്പം ആദ്യം ഉണ്ടാകേണ്ടത് ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ കുടുംബങ്ങൾ സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ കുടുംബത്തിൽ ഇരിക്കാൻ പറ്റില്ല. വീടിനെക്കുറിച്ചുള്ള നിർവചനം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം, കൂടെ കൂടെ കയറി ചെല്ലാൻ തോന്നുന്ന, എത്ര അന്തി ഉറങ്ങിയിട്ടും മതി വരാത്ത ഒരിടമാണ് കുടുംബം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എപ്പോഴും കയറി ചെല്ലാനുള്ളൊരു സന്തോഷം തോന്നുന്ന ഒരിടം. അതുപോലെ തന്നെ എത്ര ഉറങ്ങിയാലും മതി വരാത്ത വിധത്തിൽ വീണ്ടും ആ കുടുംബത്തിലായിരിക്കണം, ഉറങ്ങണം, അല്ലെങ്കിൽ ആ കുടുംബത്തിലായിരിക്കണം എന്നുള്ള പ്രത്യേകമായ ചിന്ത നൽകുന്ന ഒരിടമാണ് കുടുംബം. ഇതാണ് കുടുംബത്തെക്കുറിച്ചുള്ള സാധാരണ പറയുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ കുടുംബത്തിൽ എത്ര സമയവും ചെലവഴിക്കാൻ പറ്റുന്ന ഒരിടം, എപ്പം വേണേലും കയറി വരാവുന്നൊരു ഇടം, ഇതിന്ന് നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ പുറത്തോട്ട് നടക്കും, ജോലി സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കളികളിലൂടെ ആയിരിക്കും,
അവനവൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലങ്ങളിലായിരിക്കും. കുടുംബത്തിൽ കയറി വരുമ്പോൾ സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ സന്തോഷം തേടി പോകും, മറ്റു സ്ഥലങ്ങളിൽ ആയിരിക്കാനായിട്ട് വരും. നമുക്കറിയാം, കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഏഷ്യയിലെ ഡൈവോഴ്സ് ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ കേരളത്തെ വിളിക്കാമെന്നാണ് പറയുന്നത്. കേരള ഈസ് ദ ഡൈവോഴ്സ് ക്യാപിറ്റൽ ഓഫ് ഏഷ്യ എന്ന് പറയും. ഏഷ്യയിലെ ഡൈവോഴ്സിൻ്റെ ക്യാപിറ്റൽ കേരള എന്ന് പറയാം. അതുപോലെ ഇന്ന് വിവാഹ മോചനത്തിൻ്റെ കേസുകൾ അത്യധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായി. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഒരു ജില്ലയിൽ ഒരു വിവാഹ കോടതി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പം 3 വിവാഹ കോടതി ഉണ്ടായി. അപ്പോൾ വിവാഹ മോചനത്തിൻ്റെ സാഹചര്യങ്ങൾ ഇന്ന് അനേകം തലങ്ങളിൽ കുടുംബങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലൂടെ ഇന്ന് നമ്മുടെ കേരളം കടന്നു പോവുകയാണ്. കേരളം മാത്രമല്ല, ലോകം അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മലാക്കിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 15ഉം 16ഉം തിരുലിഖിതങ്ങൾ. മലാക്കിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 15ഉം 16ഉം വചനങ്ങൾ. ഏക ശരീരവും ഏകാത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവഭക്തനായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധയോടെ വ്യാപരിക്കുക, അവിശ്വസ്തത കാണിക്കരുത്. പിന്നെ വിവാഹമോചനങ്ങൾ ആ ഒരു സാഹചര്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ദുരന്തങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ അനേകം തലത്തിൽ അതിൻ്റെ പ്രതിസന്ധികൾ മാറ്റലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ദൈവത്തിന് വചനം പറയാം, യൗവനത്തിൽ ദൈവം നിനക്ക് തരുന്ന നിൻ്റെ ഭാര്യയോട് അവിശ്വസ്തത നീ കാണിക്കരുത്. യൗവനത്തിൽ നിനക്ക് നൽകുന്ന ഭർത്താവിനോട് ഭാര്യയോട് പറയാം, നീ അവിശ്വസ്തത കാണിക്കരുത്. ഈ ഒരു അവിശ്വസ്തത ദമ്പതികൾ തമ്മിലുള്ള അസ്വസ്ഥതയ്ക്കും അതുപോലെ തന്നെ കുടുംബ തകർച്ചയ്ക്കും കാരണമായി മാറുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകമായിട്ടും ബെനഡിക്റ്റ് 16 പാപ്പ പറഞ്ഞ കാര്യമുണ്ട്. ബാല്യസ്മരണ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, സംഗീതത്തിലും അതുപോലെ തന്നെ സ്നേഹവും സഹിഷ്ണുതയും പ്രശാന്തതയും എല്ലാം ഉള്ള ഒരു കുടുംബം ആരെയും കൊതിപ്പിക്കുന്ന കുടുംബമാണ്. കൂട്ടായ്മയുള്ള കുടുംബങ്ങളെ സംഗീതത്തിലും അതുപോലെ തന്നെ മറ്റ് സ്നേഹത്തിലും സഹിഷ്ണുതയിലുമൊക്കെ പ്രവർത്തിക്കുന്ന, കരുതലോടെ പ്രവർത്തിക്കുന്ന കുടുംബങ്ങൾ ആരെയും കൊതിപ്പിക്കുന്ന കുടുംബങ്ങളാണ്. ബെനഡിക്റ്റ് പാപ്പ പറയുന്നുണ്ട്, ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ, 2-ാം ലോകമഹായുദ്ധത്തിൻ്റെ ആ കാലഘട്ടത്തിൽ, ഏകാധിപതിയായിരുന്ന ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ അനേകം കൊടിയ പീഡനങ്ങൾ ഏറ്റെടുത്ത നാളുകളിൽ പരസ്പര സ്നേഹവും പരസ്പര കൂട്ടായ്മയും കരുതലും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ഞങ്ങളുടെ കുടുംബത്തെ ശക്തിപ്പെടുത്തിയെന്ന് പറയുകയാണ്. പരസ്പരമുള്ള കൂട്ടായ്മ, പരസ്പരമുള്ള കരുതൽ, അതുപോലെ തന്നെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം, ഇത് ഞങ്ങളുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തിയെന്ന് ബെനഡിക്റ്റ് 16 പാപ്പ പറയുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമുക്കിന്ന് ഈ കുടുംബ ജീവിതങ്ങളെക്കുറിച്ചും കുടുംബത്തിൻ്റെ സുസ്ഥിതിയെക്കുറിച്ചുമെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ പരസ്പരമുള്ള കൂട്ടായ്മ, അതുപോലെ തന്നെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം, പരസ്പരമുള്ള കരുതൽ, പരസ്പരമുള്ള സ്നേഹം, ഇതെല്ലാം വീണ്ടെടുക്കാൻ ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ബെനഡിക്റ്റ് 16 പാപ്പയുടെ ജീവിതത്തിലൂടെ പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്കും വിട്ടുവീഴ്ച മനോഭാവത്തിലേക്കുമെല്ലാം നമ്മൾ കടന്നു വരണം. അതുകൊണ്ട് വിശുദ്ധ ചാവറപ്പിതാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ക്രൈസ്തവ ഭവനത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവഭക്തിയും ദൈവഭയവുമാണ്. ദൈവഭക്തിയും ദൈവഭയവുമാണ് ഒരു ക്രൈസ്തവ ഭവനത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത്. അപ്പം ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ഈ ദൈവഭക്തിയും അതുപോലെ തന്നെ ദൈവഭയവും എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളാണെങ്കിൽ അത് വീണ്ടെടുക്കാൻ ഈ കാലഘട്ടത്തിൽ നമ്മൾ
തയ്യാറാകണം, അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണമെന്ന് പറയാം. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 25 മുതലുള്ള വചനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കാം. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല, എന്തെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കൃപയിൽ ആശ്രയിച്ചു ജീവിക്കുന്ന ഒരു കുടുംബം എത്ര കാറ്റും കോളും വന്നാലും ശരി, അത് തകർന്നു പോകുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കരുതലുള്ള കരം ആ കുടുംബത്തിന്മേലുണ്ടാകും. അപ്പോൾ ദൈവത്തിൻ്റെ കരുതലുള്ള കരം ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെ മേൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളത് വീണ്ടെടുക്കാൻ ഈ വചന ശുശ്രൂഷ നമ്മൾ പങ്കെടുക്കുമ്പോൾ കർത്താവ് നമ്മെ സഹായിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സുഭാഷിതത്തിൻ്റെ പുസ്തകം 27-ാമത്തെ അധ്യായം 8-ാമത്തെ തില്ലിഖിതത്തിൽ വചനം പറയുന്നുണ്ട്, വീട് വിട്ട് അലയുന്നവൻ കൂട് വിട്ട് അലയുന്ന പക്ഷിയെപ്പോലെയാണ് എന്ന് പറയുകയാണ്. വീട് വിട്ട് അലയുന്നവൻ കൂട് വിട്ട പക്ഷിയെപ്പോലെയാണ്. അപ്പം അതുകൊണ്ട് വീടുമായി ബന്ധപ്പെട്ട്, കുടുംബവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം താല്പര്യവും സ്നേഹവും ജീവിതത്തിൽ പുലർത്തണം, ആ ബന്ധങ്ങൾ എത്ര ദൃഢതരമാക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക. അപ്പം അതുകൊണ്ട് ഈ ബന്ധങ്ങൾ ദൃഢതരമാക്കിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ കൊച്ചുറേസ്യായുടെ അപ്പനും അമ്മയെയും ലൂയി മാർട്ടിനെ സെലിഗ്രേനെയും വിശുദ്ധരായി പ്രഖ്യാപിച്ച ആ കാലഘട്ടത്തിൽ, ആ സമയങ്ങളിൽ പത്രത്തിൽ വന്നൊരു വാർത്തയുണ്ട്. ഈ കുടുംബത്തെക്കുറിച്ച് പറയാം. ഈ മാതാപിതാക്കന്മാരെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും 3 കാര്യങ്ങൾ പത്രത്തിൽ വന്ന് ഞാൻ വായിച്ചു തോർക്കുകയാണ്. അവിടെ 3 കാര്യങ്ങൾ ഈ മാതാപിതാക്കന്മാരുടെ പ്രത്യേകതകളായിട്ട് പറഞ്ഞത്. 1-ാമത്തെ കാര്യം പറയാം, ദേ ഹാഡ് പ്ലാന്റഡ് എനർജി ടു പ്രേ. 2-ാമത്തെ കാര്യം പറയാം, ദേ ഹാഡ് ബീൻ ആക്റ്റീവ് ഇൻ ദെയർ പാരീഷ്. 3-ാമത്തെ കാര്യം പറയാം, ദേ ഹാവ് ഫോംഡ് ദെയർ ചിൽഡ്രൻ ഇൻ ആക്റ്റീവ് ഫെയ്ത്ത്. ഇപ്പോൾ 3 കാര്യങ്ങൾ ഇവരുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുക. 1-ാമത്തെ കാര്യം പറയുകയാണ്, ദേ ഹാവ് പ്ലാന്റഡ് എനർജി ടു പ്രേ. ഈ മാതാപിതാക്കന്മാർ അവരുടെ മക്കളെ പ്രാർത്ഥിക്കാനായിട്ടുള്ള പരിശീലനം നൽകി അവർക്ക് പ്രാർത്ഥനയുടെ പ്രത്യേകതയെക്കുറിച്ചും അതിലൂടെ ലഭിക്കുന്ന അഭിഷേകത്തെക്കുറിച്ചും തിരിച്ചറിവ് കൊടുത്തു, അതിനു വേണ്ടുന്ന ഒരു പരിശീലനം കൊടുത്തു എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയിൽ അഭയം ഗമിച്ച് പ്രാർത്ഥനയിലൂടെ പ്രതിസന്ധികളെ അതിജീവിക്കാനും ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ ജീവിതത്തിൽ അതിലൂടെ കടന്നു വരുമെന്ന് പഠിപ്പിച്ച മാതാപിതാക്കന്മാർ. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ഒരു പൈലറ്റ് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളിയാഴ്ച ഇവിടെ വന്നു. അതിനുശേഷം ഒരു 2-3 ദിവസം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. പൈലറ്റ് 10-45 ലക്ഷമോ അങ്ങനെ ഏതാണ്ട് മുടക്കി പൈലറ്റായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് സമയത്ത് പ്ലെയിനുകൾ ഓടിച്ചു. പക്ഷെ പിന്നീട് ഇത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു ജോലി പോലും കിട്ടുന്നില്ല. ഒരു ജോലി പോലും കിട്ടാത്ത സാഹചര്യത്തിൽ ചെറുപ്പക്കാരനാണ്, ഡൽഹിയിലാണ്, അവിടെ പഠിച്ചു. അവിടെ ഒരു പല സ്ഥലത്തിങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു. ഇവനോട് ഇവൻ്റെ അപ്പൻ പൈലറ്റ് ആകാനുള്ള ഇവൻ ആഗ്രഹം പറഞ്ഞപ്പോൾ അപ്പന് ഒത്തിരി ബിസിനസ്സും സ്ഥാപനങ്ങളും ഉള്ളതാണ്. ഇവനോട് പറഞ്ഞു, നീ പണിക്ക് പോകണ്ട, എൻ്റെ കൂടെ ബിസിനസ്സിന് കൂടിയാൽ മതി എന്ന് പറഞ്ഞു. ഇവൻ പഠിച്ചിട്ട് ഇത്രമാത്രം പൈസ എല്ലാം മുടക്കി പഠിച്ച് ജോലി കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം അപ്പൻ ഇവനെ ശകാരിക്കാൻ തുടങ്ങി. നിന്നോട് ഞാൻ അന്ന് പറഞ്ഞാണ്, മര്യാദയ്ക്ക് എൻ്റെ കൂടെ നിന്നാൽ മതി, നീ പൈലറ്റ് ആകേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിച്ച് ഭയങ്കര വഴക്കായി, പ്രശ്നങ്ങളായി. അങ്ങനെ പ്രശ്നങ്ങൾ മൂത്ത് ഇവൻ വീട്ടിൽ വിളിക്കില്ല, വീട്ടിലേക്ക് പോവില്ല. അതോടുകൂടി ഇവന് ഒരു നിരാശ കയറി. ഇവൻ്റെ പ്രാർത്ഥനയെല്ലാം അവസാനിച്ചു. ഇവൻ വിശ്വസിക്കില്ല, വിശ്വാസമെല്ലാം പോയി. അങ്ങനെ ഇരിക്കുന്ന ഏതാനും നാളുകളെല്ലാം അങ്ങനെ കടന്നു കഴിഞ്ഞപ്പോഴാണ് അവനിവിടെ വരുന്നത്. ഇവൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു വിട്ടതാണ്, ഇവിടെ വന്ന് നീ കുറച്ച് ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുക, ഈ വെള്ളിയാഴ്ച ശുശ്രൂഷ പങ്കെടുത്ത് പോകാൻ പറഞ്ഞു. അന്ന് കോവിഡ് കാലമാണ്. ഈ ഓൺലൈൻ ധ്യാനങ്ങളുണ്ട്, കുറച്ച് ആൾക്കാർ മാത്രം വരുള്ളൂ. അപ്പോൾ ഇവനിവിടെ ഇരുന്ന് വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുത്തു. അതിനുശേഷം ഇരുന്ന് 2-3 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. വെള്ളിയാഴ്ച വന്നു, രാവിലെ വന്നു, എന്നിട്ട് ഞായറാഴ്ച വൈകുന്നേരം ഇവിടുന്ന് തിരിച്ചുപോയി. ഇവൻ പറഞ്ഞു, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇവന് ഒരു ശക്തി കിട്ടി. ഇനി പ്രാർത്ഥിക്കണം, ദൈവം കൈവിടില്ല, ദൈവം കൂടെയുണ്ട് എന്നുള്ളൊരു ശക്തമായൊരു ബോധ്യം അവൻ്റെ ജീവിതത്തിൽ കിട്ടി. ഇവൻ ഇവിടുന്ന് പോയി. ഞായറാഴ്ച വൈകിട്ട് പോയി. ഇവൻ പറഞ്ഞു, ഞാൻ തിങ്കളാഴ്ച തന്നെ ഞാനിവിടുന്ന് ഡൽഹിക്ക് പോകാമെന്ന് പറഞ്ഞു.
അവിടെ ചെന്ന് പല സ്ഥലത്തും കമ്പനികളിൽ പല പ്ലെയിൻ കമ്പനികളിൽ കൊടുത്തെങ്കിലും ഒരു സ്ഥലത്തും കിട്ടുന്നില്ലെങ്കിലും ഞാൻ അവിടെ പോയി ഇരിക്കാൻ പോകുമെന്ന് പറഞ്ഞു. അവിടെ പോയി ഇരുന്ന് പ്രാർത്ഥിക്കും. ഇവിടുന്ന് ഒരു പ്രത്യേക ഒരു അഭിഷേകം കിട്ടി, പ്രാർത്ഥിച്ചാൽ ദൈവം കൈവിടില്ല എന്നൊരു ബോധ്യം കിട്ടി എന്ന് പറഞ്ഞ് ഇവൻ പിറ്റേ ദിവസം ഇവിടുന്ന് പോയി, ഡൽഹിയിൽ പോയി. അങ്ങനെ ഡൽഹിയിൽ ഇവിടുന്ന് നെടുമ്പാശ്ശേരിയിൽ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ അവൻ പോയി. അന്ന് തന്നെ ഡൽഹിയിലെത്തി വീണ്ടും ഇവൻ ഫ്രഷ് ആപ്ലിക്കേഷൻസ് എല്ലാം കൊടുക്കുകയാണ്. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു. ഇവൻ പറയാണ്, പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 1.5 ആഴ്ചക്കുള്ളിൽ ഇവന് ഒരു ഫ്ലൈറ്റ് കമ്പനിക്കാർ വിളിച്ചു. അങ്ങനെ ഇവനെ ഫ്ലൈറ്റിൽ ഓടിക്കാൻ വേണ്ടി പൈലറ്റായിട്ട് അവന് ജോലി കിട്ടി. ഈ കാര്യങ്ങൾ അവൻ പറയുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള ആ ഒരു ബോധ്യം ഇവിടെ വന്നപ്പോൾ കിട്ടി. സ്നേഹമുള്ളവരെ, ഈ ദൈവത്തെക്കുറിച്ചും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചുമുള്ള ഒരു ബോധ്യവും അതുപോലെ തന്നെ അങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടലും ഒരു ജീവിതത്തിൽ ഉണ്ടാകും, കുടുംബത്തിൽ പ്രതിസന്ധിയിൽ പ്രത്യേകിച്ചും ഉണ്ടാകുമെന്ന് പഠിപ്പിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. കൊച്ചീസുകാരുടെ മാതാപിതാക്കന്മാർ അത് പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. ദേ ഹാഡ് പ്ലാന്റഡ് എനർജി ടു പ്രേ. ഇപ്പം പ്ലാന്റ് ചെയ്തു, അത് വളർത്തി, പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകവും താല്പര്യവും കുടുംബത്തിൽ അത് നൽകി എന്നുള്ള വിതച്ചു കൊടുത്തു. കുടുംബത്തിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് നൽകേണ്ട മാതാപിതാക്കന്മാർ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ശരിക്കും ബോധ്യമുള്ളവരായി മാറിയാൽ ദൈവത്തിൻ്റെ കരം അവിടെ ഉണ്ടായി. രണ്ടാമത്തെ കാര്യം പറയാം, ദേ ഹാവ് വെരി ആക്റ്റീവ് ഇൻ ദെയർ പാരിഷ്. അവരുടെ ഇടവക ദേവാലയത്തിലും ആത്മീയ കാര്യങ്ങളിലും ശുശ്രൂഷകളിലും ഇടവക പ്രവർത്തനങ്ങളിലും കൊച്ചുരേസിയുടെ മാതാപിതാക്കന്മാർ വളരെ ആക്റ്റീവായിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാ കാര്യത്തിലും സഹകരിച്ച് പ്രവർത്തിച്ചു. കടത്തിണ്ണയിലല്ല പോയിരുന്നെന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാനൊരു പള്ളി വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ, അത് ടൗണാണ്, അതുകൊണ്ട് ഇവർ കടത്തിണ്ണയിലേ പോയിരിക്കുള്ളൂ. ബസ് സ്റ്റാൻഡിലും കടത്തിണ്ണയും പോയിരിക്കും. ഒറ്റ യുവാക്കന്മാർ വരില്ല. വൈകുന്നേരം ആയി കഴിഞ്ഞ് ഇങ്ങനെ പോകും. അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പം എല്ലാ യുവാക്കന്മാരും പള്ളി വരുന്നുണ്ട്, പക്ഷേ വൈകുന്നേരം ഇങ്ങനെ കടത്തിണ്ണേ പോയിരിക്കും. ഒരുത്തരും പണിയില്ല. താനും പഠിച്ചവരാണ്, ഒരു പണിയില്ല. അപ്പം ഞാൻ അവരെ വിളിച്ചു, നിങ്ങളിങ്ങോട്ട് വൈകിട്ട് വരാൻ പറഞ്ഞു. വൈകിട്ട് ഇവിടെ കളി ആരംഭിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ട് ഷട്ടിൽ കളി ആരംഭിച്ചു. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ അവിടുന്ന് ഈ മലമ്പുഴ വന്ന് ഡാം കാണാൻ വരും. അങ്ങനെ ഇവർ പിന്നെ പള്ളിയിൽ ആരാധനയുണ്ട്. ഇവരോട് ഞാൻ പറഞ്ഞു, മാസത്തിൽ ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇവരൊരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ വരാൻ തുടങ്ങി. പിന്നെ ഈ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് പള്ളിയോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങി. അവരെ ഒന്ന് ശ്രദ്ധിച്ചു, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അവരെ ഒന്ന് ശ്രദ്ധിച്ചു, അവരോടൊപ്പം ആയിരിക്കാൻ സമയം കണ്ടെത്തി, അത്രേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ കടത്തിണ്ണയിലിരിക്കുന്ന പിള്ളേർ മുഴുവനും പള്ളി വന്നിരിക്കാൻ തുടങ്ങി. വൈകുന്നേരങ്ങളിൽ വന്ന് പള്ളി വന്നിരിക്കാൻ തുടങ്ങും. അതിന് പള്ളി വന്നിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഗ്രോട്ടോയിൽ കുറച്ച് നേരം ഇരുന്ന് ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഇടയ്ക്കൊക്കെ, എല്ലാ ദിവസമൊന്നും അല്ല, അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് ഇവർ വരില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ കൊന്തയെല്ലാം വിളിക്കും. പിന്നെ പള്ളി വരാൻ താല്പര്യം കാണിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇവർ പള്ളി വരാൻ തുടങ്ങി, ഗ്രോട്ടയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആരാധനയിൽ ഇടയ്ക്ക് വരാൻ തുടങ്ങി, അവിടെ നടത്തുന്ന ധ്യാനങ്ങളിൽ വന്ന് പങ്കെടുക്കാൻ തുടങ്ങി. ശരിക്കും ഈ കുട്ടികൾ അന്ന് ഇങ്ങനെ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു 27ഓളം ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഈ 27ഓളം ഈ യുവാക്കന്മാരുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് അവിടെ ഉണ്ടായി. അവർക്ക് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ ഫലമുണ്ട്, ദൈവം സഹായിക്കുമെന്നുള്ളൊരു ബോധ്യം അവിടെ കിട്ടി. ഈ 27ഓളം പിള്ളേർ എല്ലാവരും ജോലി മേഖലകളിൽ പ്രതിസന്ധി ഉണ്ടായിരുന്ന ഈ മക്കൾ മുഴുവനും ജോലി മേഖലകളിലേക്ക് പോയി. ചിലർ ഗൾഫിലേക്ക് പോയി, ചിലർ യൂറോപ്പിലേക്ക് പോയി, ചിലർ പഠിക്കാൻ വേണ്ടി പോയി, മുടങ്ങിക്കിടന്നവർ പഠിക്കാൻ തുടങ്ങി, PG പഠിക്കാൻ പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ ജോലി മേഖലയും ലക്ഷ്യബോധം അവരുടെ ജീവിതത്തിൽ കിട്ടി. ദൈവം ഒരു ലക്ഷ്യബോധം അവരുടെ ജീവിതത്തിൽ നൽകി. പിന്നീട് ഞാൻ കണ്ട ഒരു കാര്യം ഇതാ, അന്നുണ്ടായിരുന്ന ആ യുവാക്കന്മാർ മുഴുവനും കരകയറി എന്നുള്ളതാണ്.
കരകയറി, കുടുംബത്തിന് അനുഗ്രഹമായി മാറി. അവരുടെ പിന്നീട് പഠിച്ചും അതുപോലെ തന്നെ ജോലിക്ക് പോയും അങ്ങനെ എല്ലാമായി പിന്നീട് നല്ല കല്യാണങ്ങൾ നടന്ന് ആ കുടുംബങ്ങൾ മുഴുവനും അനുഗ്രഹിക്കപ്പെട്ടു. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവർ കടത്തിണ്ണ ഇരിക്കുന്നവരെ പള്ളിയിൽ കൊണ്ട് നിർത്താൻ തുടങ്ങി. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി അവരുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ ഇടയായി തുടങ്ങി. തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവരുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കൊച്ചുരേസ്യായുടെ മാതാപിതാക്കന്മാർ ചെയ്തൊരു കാര്യം ഇതാ, പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് മക്കളെ ബോധ്യപ്പെടുത്തി. ഇന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇതാ, പ്രാർത്ഥനയുടെ ശക്തി വലുതാണ് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടായാൽ നമ്മുടെ കുടുംബത്തിൽ തിരിച്ചറിവുണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവർ ഇടവക പ്രവർത്തനങ്ങളിൽ, ആത്മീയ പ്രവർത്തന മേഖലകളിലേക്ക് ഇടവകയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ അവരുടെ ജീവിതങ്ങളെ അവർ വിട്ടുകൊടുക്കുക. നേരം നമ്മളൊന്ന് ഡയറക്റ്റ് ചെയ്താൽ മതി, നമ്മളൊന്ന് പോയാൽ മതി, നമ്മളൊന്ന് മൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ കടത്തിരുന്നേ ഇരിക്കുന്ന പിള്ളേർ പള്ളിയിൽ വന്നിരിക്കും. പള്ളി വന്നിരുന്നാൽ ഇവർ വെള്ളം അടിക്കാൻ പോവോ, കഞ്ചാവ് അടിക്കാൻ പോവോ? ഇല്ലല്ലോ. മൂന്നാമത്തെ കാര്യം, ഈ മാതാപിതാക്കന്മാരെ കുറിച്ച് പത്രത്തിൽ വന്നത് ഇങ്ങനെയാണ്: ദേ ഹാവ് ഫോംഡ് ദെയർ ചിൽഡ്രൻ ഇൻ ദെയർ ഫെയ്ത്ത്. വിശ്വാസത്തിൽ അവരെ വളർത്തുകയാണ്. ഇപ്പം സ്നേഹമുള്ളവരെ, വിശ്വാസത്തിൽ നമ്മൾ വിശ്വാസത്തിൽ വളരുമെന്ന് പറഞ്ഞാൽ വളരില്ല. നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കാനും ഈ വിശ്വാസത്തിന്, യേശുവിലുള്ള വിശ്വാസത്തിന് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുകയെല്ലാം ചെയ്ത് നമ്മൾ പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവവിശ്വാസം വളരാൻ തുടങ്ങും. അപ്പം നമുക്കുള്ള ഈ വിശ്വാസം നമ്മൾ പകർന്നു നൽകിയേ പറ്റൂ. മാതാപിതാക്കന്മാർ ഈ വിശ്വാസം പകർന്നു നൽകണം. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 5-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. തിമോത്തിയോട് പറയാം, നിൻ്റെ വലിയമ്മയായ ലോബീസിനും അമ്മയായ എവനിക്കുമുണ്ടായിരുന്ന വിശ്വാസം ഇന്ന് നിനക്കുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പൗലോസ്ലീഹ പറയാം, തിമോത്തിയോട് പറയാം, നിൻ്റെ വല്യമ്മയ്ക്കുണ്ടായിരുന്നത്, വല്യമ്മയുടെ പേരാ ലോബീസ്, ലോബീസിനുണ്ടായിരുന്ന വിശ്വാസവും നിൻ്റെ അമ്മ യവനിക്കുണ്ടായിരുന്ന വിശ്വാസവും ഇന്ന് നിനക്കുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവർ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ അപ്പന്മാർക്കുണ്ടായിരുന്ന വിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഈ വിശ്വാസം നിങ്ങളുടെ മക്കൾക്കുണ്ടോയെന്നൊന്ന് ചിന്തിക്കണം. പൗലോസ്ലീഹ പറയാണ്, അങ്ങനെ നിൻ്റെ വല്യമ്മയ്ക്കുണ്ടായിരുന്ന വിശ്വാസം, നിൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്ന വിശ്വാസം ഇന്ന് നിനക്കുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ ഒരു വിശ്വാസത്തിൻ്റെ തലം വളർത്തിയേ പറ്റൂ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ്റെ മാതാപിതാക്കന്മാരെക്കുറിച്ച് ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവർ ദൈവ തിരുമുമ്പിൽ നീതിനിഷ്ഠരായിരുന്നു, കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു. ഇപ്പം ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും കുറ്റമറ്റ വിധം അനുസരിക്കാൻ തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായുള്ള സാന്നിധ്യവും അഭിഷേകവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന് വില കൊടുക്കുന്ന, സ്ഥാനം കൊടുക്കുന്ന ഒരു കുടുംബത്തിൽ പരസ്പര കരുതലും അതുപോലെ തന്നെ സ്നേഹവും കൂട്ടായ്മയെല്ലാം ഉണ്ടാകും. അപ്പോൾ ഈ മാതാപിതാക്കന്മാരുടെ സ്ഥാനം വളരെ വലുതാണ്. മക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടും അവരുടെ പഠന മേഖലയുമായി ബന്ധപ്പെട്ടും അവരുടെ നാനാവിധമായ വളർച്ചയിൽ മാതാപിതാക്കന്മാരുടെ സ്നേഹവും കരുതലും വളരെ പ്രധാനപ്പെട്ടാണ്. ഞാൻ ഓർക്കുന്നൊരു സംഭവം, വായിച്ചൊരു സംഭവമുണ്ട്, നിങ്ങളും വായിച്ചു കാണുമായിരിക്കും. പത്രത്തിലേക്ക് വന്നൊരു സംഭവമുണ്ട്. 2023 മെയ് മാസം 1-ാം തീയതി ആമസോൺ കാടുകളിൽ ഒരു പ്ലെയിൻ അപകടം ഉണ്ടായി. നിങ്ങൾ വായിച്ചോന്നറിയത്തില്ല. ഒരു പ്ലെയിൻ അപകടം. അതിൽ ഈ പ്ലെയിനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപകടത്തിൽ 7 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഫ്ലൈറ്റിൽ. അതിൽ 3 പേര് മരിച്ചു, ബാക്കി ഉണ്ടായിരുന്നത് 4 പേരാണ്. അത് 4 കുട്ടികളാണ്. 4 കുട്ടികൾ. ആമസോൺ കാടുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇരട്ടി വലിപ്പമുള്ള കാടാണ്. ഈ കാടുകളിൽ വന്യമൃഗങ്ങളും മയക്കുമരുന്ന് സംഘങ്ങൾ, ഗറില്ല വിഭാഗങ്ങൾ മുഴുവനുമുള്ള ഒരു സ്ഥലമാണ് ഈ ആമസോൺ കാടുകൾ.
അതിൻ്റെ വിസ്തൃതം പറഞ്ഞാൽ തന്നെ 67 ലക്ഷം ചതുരശ്ര വിസ്തൃതിയുള്ള കാടാണ്. അപ്പോൾ ഈ ആമസോൺ കാടുകൾ 8 രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്നതാണ്. തെക്കേ അമേരിക്കയിലെ ബ്രസീൽ, പെറു, അതുപോലെ കൊളംബിയ, ബൊളീവിയ, ഇക്വഡോർ, ഗയാന, സൂരിനാം, വെനസ്വേല എന്ന് പറയുന്ന 8 രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ആമസോൺ കാട്. അപ്പോൾ ഇത്ര 67 ലക്ഷം ചതുരശ്ര വിസ്തൃതിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ആമസോൺ കാടിൻ്റെ 60% ബ്രസീലിലാണ്, അതിൽ 10% കൊളംബിയയിലാണ്, ബാക്കി മറ്റ് രാജ്യങ്ങളിലും. അപ്പോൾ ഈ ഫ്ലൈറ്റ്, ചെറിയ വിമാനം വന്ന് വീണത് ഈ ആമസോൺ കാടിൽ കൊളംബിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ വിമാനം താഴെ വീണു, എൻജിൻ തകരാറുകൊണ്ട് താഴെ വീണു, അപകടത്തിൽപ്പെട്ടു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആമസോൺ കാടുകളിൽ ഇനി ആരും രക്ഷപ്പെട്ടില്ല എന്ന് വിചാരിച്ചു. പിന്നീട് ഈ കൊളംബിയയിൽ നിന്നുള്ള രക്ഷാസംഘങ്ങളും മിലിറ്ററി സംഘങ്ങളും മുഴുവനും വന്ന് ഈ ലോകത്തിൻ്റെ ശ്വാസകോശം എന്നാണല്ലോ ആമസോൺ കാടുകളെ പറയുന്നത്. അപ്പോൾ അവിടെ വന്ന് തെരച്ചിൽ ആരംഭിച്ച് കൊളംബിയയിൽ നിന്ന് പറന്നുയർന്ന് ഏതാണ്ടൊരു കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് കാണാതാകുന്നു, റഡാറിൽ നിന്ന് കാണാതാകുന്നു. അങ്ങനെ അപകടത്തിൽപ്പെടുന്നു. പിന്നീട് മരണപ്പെട്ടു. എല്ലാവരും മരിച്ചെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ പിന്നീടുള്ള തെരച്ചിലിൽ മനസ്സിലായി ഈ 3 പേര്, പൈലറ്റും അതുപോലെ ഒരു ഗോത്രത്തലവനും അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്ന 5 പേര്, ഈ 4 മക്കളും അമ്മയും പിന്നെ ബാക്കി 5 പേര്, 2 പേരുമാണുള്ളത്. അപ്പോൾ അതിൽ ഈ പൈലറ്റ് മരിച്ചു, ഗോത്രത്തലവൻ മരിച്ചു, അമ്മ മരിച്ചു. അപ്പനെ കാണാൻ വേണ്ടി പോയതാണ് ഇവർ ഫ്ലൈറ്റിൽ. അങ്ങനെ പോകുന്ന സമയത്താണ് ഇത് താഴെ വീഴുന്നു. അങ്ങനെ 3 പേരൊഴിച്ച് 4 പേര് മാത്രം ജീവിക്കുന്നു എന്ന സാഹചര്യം വന്നു. അതിൽ ഏറ്റവും ചെറിയ കുട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സ് പോലും പ്രായമില്ല, 11 മാസം പ്രായമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 40 ദിവസത്തോളം തിരഞ്ഞു നടക്കുകയാണ് ഇവരെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം 40 ദിവസം ഈ വനവാസം നടക്കുന്ന സമയത്താണ് ഈ ഇളയ കുട്ടിയുടെ 1ാമത്തെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടായെന്ന് പറയുന്നത്. 350 കിലോമീറ്ററോളം മാത്രം ഇത് ഈ എയർപോർട്ടിൽ നിന്ന് പറന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആക്സിഡൻ്റൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രക്ഷാസംഘം അന്വേഷിച്ച് വന്നിട്ട് ഈ 4 പേരെ കുട്ടികളെ കാണുന്നില്ല. അവർ ശക്തമായ മഴയും അതുപോലെ തന്നെ കാലാവസ്ഥ പ്രതിസന്ധി എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് അന്വേഷിച്ച് പോയിട്ട് ഈ കുട്ടികളെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ വല്ല വന്യമൃഗങ്ങൾ പിടിച്ചു തിന്നോ, അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റിൽ ഈ 3 പേര് മാത്രം മരിച്ചതായിട്ടുള്ള സൂചനകൾ പരിശോധിക്കുമ്പോൾ കണ്ടുമുട്ടി. അവിടെ ഡെഡ് ബോഡിയൊക്കെ കിട്ടി, കരിഞ്ഞതൊക്കെ കിട്ടി. ബാക്കിയുള്ള 4 പേരില്ല. അപ്പം വന്യമൃഗങ്ങൾ പിടിച്ചോ അതോ കുട്ടികൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് സംശയം. അങ്ങനെ ഈ രക്ഷാസംഘം കനത്ത മഴയെല്ലാം അതിജീവിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ ഇവർ കണ്ടു എന്നിട്ടൊരു 3.5 കിലോമീറ്റർ അകലെ, ഈ ഫ്ലൈറ്റ് അപകടം ഉണ്ടായിരുന്ന 3.5 കിലോമീറ്റർ അകലെ ഈ കുട്ടികൾ കമ്പുകളും അതുപോലെ തന്നെ മറ്റ് ചെറിയ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒരു കളിവീടുണ്ടാക്കിയത് കണ്ടുവരും. ഒരു വീട് കുട്ടികളുണ്ടാക്കിയ മരച്ചില്ലുകളും കമ്പുകളൊക്കെ എടുത്ത് വെച്ച്, കമ്പികളൊക്കെ എടുത്ത് വെച്ച് ഒരു വീടുണ്ടാക്കുന്നത് കണ്ടു. അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ മൂത്ത കുട്ടി മാത്രം ഏതാണ്ടൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അതേ പ്രായമുള്ളൊരു കുട്ടി ഒരു കളിവീട് കണ്ടു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ കുട്ടികൾ ഈ കാട്ടിൽ എവിടെയോ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട് എന്നിവർ ചിന്തിക്കുകയാണ്. ഈ കളിവീടെല്ലാം തപ്പി അതെല്ലാം കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ കണ്ടു ഈ ചെറിയ കുട്ടിയുടെ ഡയപ്പറുകൾ കണ്ടു, അതുപോലെ റിബൺ കണ്ടു, കത്രിക കണ്ടു, അതുപോലെ തന്നെ ഷൂസ്, ടവൽ അങ്ങനെയുള്ള സാധനങ്ങൾ വഴി കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ കുട്ടികൾ ജീവനോടെ ഉണ്ടാകും. അങ്ങനെ വീണ്ടും പോകുമ്പോൾ കാൽപ്പാടുകൾ കണ്ടു. പിന്നെ ഈ മഴ കാരണം കാൽപ്പാടുകൾ കാണുന്നില്ല. അങ്ങനെ ഒരു 40 ദിവസം നീണ്ട രക്ഷാസംഘത്തിൻ്റെ ഒരു അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ ഈ അന്വേഷണം നടക്കുന്ന ഈ സമയത്ത് കുട്ടികൾ ജീവനോടെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ വന്നപ്പോൾ ഇവർ ചെയ്ത പരിപാടി, ഈ രക്ഷാസംഘം മുഴുവൻ ദൗത്യസംഘം ചെയ്തൊരു പരിപാടി, ഈ കുട്ടികളുടെ വല്യമ്മയുടെ ശബ്ദം റെക്കോർഡ് ചെയ്തു. വല്യമ്മയുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് ഇവർ ഈ കാട്ടിക്കൂടി ഒച്ചത്തിൽ വലിയ ഉച്ചഭാഷണിലൂടെ കുട്ടികൾ കേൾക്കാൻ വേണ്ടി വല്യമ്മയുടെ സൗണ്ട് റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു.
അതുപോലെ തന്നെ ഇവർ ഹെലികോപ്റ്ററുകളിൽ വന്ന് ഭക്ഷണവും അതുപോലെ വെള്ളവും അതെല്ലാം പല സ്ഥലത്തും കൊണ്ടുപോയി വിതറി. അതുപോലെ കുട്ടികൾ വായിക്കാൻ വേണ്ടി ഈ പിള്ളേർ സ്കൂളുകളിൽ പഠിക്കുന്ന പിള്ളേരാണല്ലോ, അവർ വായിക്കാൻ വേണ്ടി ചെറിയ ലഘുലേഖകളും അതുപോലെ തന്നെ കുട്ടികൾ ആത്മധൈര്യം ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി ലഘുലേഖകളൊക്കെ വിതറുകയാണ്. അപ്പോൾ അങ്ങനെ ഇവർ ഈ അന്വേഷണം ആരംഭിച്ചു. ഇത് മെയ് 1-നാണെങ്കിൽ പിന്നീട് ജൂൺ മാസം 9-ാം തീയതി ഇവർ കണ്ടുമുട്ടുകയാണ്. പെട്ടെന്ന് ഈ ദൗത്യസേന ഇവരോട് പറഞ്ഞ ഒരു സ്പാനിഷ് ഭാഷയിലുള്ള ഒരു വാക്ക് പറഞ്ഞു. കുട്ടികളെ എവിടെയാലും പല ദൗത്യ സംഘങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ വിളിച്ചു പറയണം, മിലാഗ്രോ മിലാഗ്രോ എന്ന് പറയണമെന്ന് പറഞ്ഞു. മിലാഗ്രോ മിലാഗ്രോ എന്ന് പറഞ്ഞാൽ സ്പാനിഷ് ഭാഷയാണ്. അതിൻ്റെ അർത്ഥം അത്ഭുതം അത്ഭുതം എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ 2023 ജൂൺ മാസം 9-ാം തീയതി ഒരു ദൗത്യ സംഘത്തിൽപ്പെട്ട 1-ാമത്തെ സംഘം ഉച്ചഭാഷയോടെ കാട്ടിൽ വിളിച്ചു പറയുകയാണ്, മിലാഗ്രോ മിലാഗ്രോ, അത്ഭുതം അത്ഭുതം എന്ന്. അപ്പോൾ അങ്ങനെ അന്നേരം എല്ലാവർക്കും മനസ്സിലായി ഈ കുട്ടികളെ കണ്ടുകെട്ടി. അങ്ങനെ കുട്ടികളെ അങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്നു. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ, ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ, വന്യജീവികളുടെ ഉപദ്രവമൊന്നും ഇല്ലാതെ ഈ കുട്ടികളെ കിട്ടുകയാണ്. അപ്പോൾ ഈ കുട്ടികളെ ഇവർ കണ്ട് ഇച്ചിരി ബോധമുള്ള ഈ കുട്ടികളോട് സംസാരിച്ചപ്പോൾ, മൂത്ത കുട്ടികളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഈ അതിജീവിക്കാനായിട്ട് അവർക്ക് പ്രത്യേകമായിട്ട് ഒരു ശക്തി കിട്ടിയത് ഈ വല്യമ്മയുടെ ഈ സൗണ്ട്, സ്വരം റെക്കോർഡ് ചെയ്തത് കേൾപ്പിച്ചപ്പോൾ ഇവർക്ക് ഞങ്ങളെ അന്വേഷിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ, ഞങ്ങളുടെ അമ്മ വല്യമ്മ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു ധൈര്യം ഇവർക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ കുട്ടികൾക്ക് വല്യമ്മയുടെ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ കാട്ടിൽ ഒറ്റയ്ക്കല്ല, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഉപദ്രവങ്ങൾ ഏൽക്കില്ല, ഞങ്ങളെ ആരും അറ്റാക്ക് ചെയ്തില്ല, വന്യമൃഗങ്ങൾ ഉപദ്രവിക്കില്ല എന്ന ഒരു ബോധ്യം അവരുടെ ജീവിതത്തിൽ കിട്ടി എന്ന് ഈ മക്കൾ പറയുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, എത്രമാത്രം ജീവിതത്തിനൊരു പ്രതീക്ഷ ഈ വല്യമ്മയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ മക്കൾക്ക് കിട്ടിയെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവരുടെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ കുട്ടിക്ക് 11 വയസ്സ് പ്രായമുള്ളൂ, അല്ല 11 മാസം പ്രായം. അപ്പോൾ ഈ കുട്ടിയെ ചുമന്നുകൊണ്ട് വേണം ഈ മൂത്ത കുട്ടികൾ ഈ കാട്ടിക്കൂടി 40 ദിവസം പോകുന്നെന്ന് വിചാരിക്കുമ്പോൾ കുട്ടിക്ക് പാല് കൊടുക്കണം, ഡയപ്പർ കൊണ്ട് അത് മാറ്റുന്നു, ആ ഫീഡിങ് ബോട്ടിലുകൾ ഇതെല്ലാം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ അമ്മ ഫ്ലൈറ്റേ കൊണ്ടുപോയ സാധനങ്ങൾ എല്ലാം ഈ ഭക്ഷണ പൊതികളും ഇങ്ങനെയെല്ലാം വെച്ചിട്ടാണ് ഇവർ ഈ കാട്ടിക്കൂടി ഈ 4 മക്കൾ പോകുന്നത്. അപ്പോൾ ഇവർക്ക് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ കിട്ടിയത് ഈ വല്യമ്മയുടെ റെക്കോർഡ് ചെയ്ത സൗണ്ടാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഒരു കുടുംബത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. മാതാപിതാക്കന്മാരുടെ ആ സംരക്ഷണവും അതുപോലെ തന്നെ അവരുടെ കരുതലും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മക്കളുടെ ഭാവി ജീവിതത്തിന് ബലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മക്കളുടെ ഭാവി ജീവിതത്തിന് ബലം മാതാപിതാക്കന്മാർ നൽകുന്ന കരുതലും സംരക്ഷണവുമാണ്. അപ്പം ഈ കരുതൽ ദൈവത്തിൽ നിന്ന് കിട്ടുമെന്ന് ഈ മാതാപിതാക്കന്മാർക്കറിയാം. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ശക്തിയും ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സംരക്ഷണവും മാതാപിതാക്കളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഭാവി ജീവിതങ്ങൾ ബലമുള്ള ജീവിതങ്ങളായി മാറും. പ്രതിസന്ധികളെ അതിജീവിക്കാൻ, പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ മക്കളുടെ ജീവിതത്തിന് ബലം മാതാപിതാക്കന്മാർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. മാതാപിതാക്കന്മാർക്ക് ദൈവത്തിലുള്ള വിശ്വാസം മക്കളുടെ ജീവിതത്തിലേക്ക് കരുതലുമായി, രക്ഷയായി, സ്നേഹമായി, കൂട്ടായ്മയായി പങ്കുവയ്ക്കപ്പെടുമ്പോൾ അടുത്ത തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. നമ്മുടെ കോട്ടയ്ക്കുള്ളിലെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ആദ്യം നമ്മൾ കേട്ടൊരു വചനമുണ്ട്, സങ്കീർത്തനം 147:13. സങ്കീർത്തനം 147:13 നമുക്ക് ഒരിക്കൽ കൂടി നമ്മൾ കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ ശക്തിയും സാന്നിധ്യത്തിൻ്റെ ശക്തിയും എല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടാൻ നമുക്ക് കുടുംബങ്ങളുടെ അനുഗ്രഹമായി മാറാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. 12-13 വചനങ്ങൾ. ജെറുസലേമിനെ കർത്താവിനെ സ്തുതിക്കുക, സിയോനെ നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു,
നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ സംതൃപ്തിയാക്കും. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ വിശിഷ്ടമായ ദൈവത്തിൻ്റെ സമൃദ്ധി കൊണ്ട് നിറയാൻ, നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയാൻ, നമ്മുടെ ഭവനത്തിലുള്ള മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, അതുപോലെ തന്നെ നമ്മുടെ ഭവനത്തിൻ്റെ കെട്ടുറപ്പുകൾ ഉള്ള ഭവനങ്ങളായിട്ട് മാറാൻ ദൈവം നമ്മുടെ ജീവിതത്തെ സഹായിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാം. കണ്ണുകളടച്ച് നമ്മുടെ കുടുംബങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവമുണ്ട്. നമ്മുടെ കോട്ടയ്ക്കുള്ള മക്കൾക്ക് ബലം നൽകുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം കളിയാടാൻ, പ്രാർത്ഥനയുടെ അഭിഷേകം നിറയപ്പെടാൻ, വിശുദ്ധ കൊച്ചുരേസ്യായുടെ അപ്പനും അമ്മയെപ്പോലെ നമ്മുടെ മക്കളെ പ്രാർത്ഥനയുടെ ശക്തി പഠിപ്പിക്കുന്നവരായി മാറാൻ, ഇടവക ശുശ്രൂഷകളോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ, വിശ്വാസത്തിൻ്റെ കത്തിച്ചൊലിക്കുന്ന ദീപങ്ങളായി നമ്മുടെ മാതാപിതാക്കന്മാർ മാറാൻ നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിൻ്റെ ഉന്നതമായ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ നിറയപ്പെടാൻ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. റൂഹായെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.